സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്കിന് കുറവില്ലെന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ രജിസ്റ്റർ ചെയ്ത 2956 ലഹരി കേസുകൾ. 1862 കിലോ കഞ്ചാവാണ് പിടിച്ചെടുത്തത്. ലക്ഷങ്ങൾ വില വരുന്ന MDMA ആണ് എക്സൈസ് പരിശോധനയിൽ പിടികൂടിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. പറയൂ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമായതുകൊണ്ട് ഇതിന് കൂടുതൽ പ്രസക്തിയുണ്ട് ഈ വിവരങ്ങൾക്ക്. വെരി ഗുഡ് മോർണിംഗ്. എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക ലഹരി വിരുദ്ധ ദിനമാണ്. മാത്രമല്ല, ഇതിപ്പോൾ എക്സൈസ് പുറത്തുവിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗൗരവമുള്ളൊരു കണക്കായി നമുക്ക് ഇതിനെ കാണാൻ കഴിയും. കാരണം ഇക്കഴിഞ്ഞ ജനുവരി മുതൽ മെയ് മാസം വരെ സംസ്ഥാനത്ത് പിടിച്ച, അതായത് എക്സൈസ് പിടിച്ച, എൻഫോഴ്സ്മെന്റിൽ പിടിച്ച ലഹരി വസ്തുക്കളുടെ കണക്കുകളും വിവരങ്ങളുമാണ് ഇപ്പോൾ എക്സൈസിന്റെ കണക്കായി നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തേക്കുള്ള ലഹരി ഒഴുക്കിന് ഒരു കുറവുമില്ല എസ് കെ. മാത്രമല്ല 2879 കഴിഞ്ഞ ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം അതാണ്. മാത്രവുമല്ല, ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും സമാനമായ രീതി അറസ്റ്റിലായവരുടെ എണ്ണം 2879 ഈ 2022 ജനുവരി മുതൽ മെയ് വരെയുള്ള കണക്കാണ് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 1862 കിലോ കഞ്ചാവാണ് ഇക്കാലയളവിൽ സംസ്ഥാനത്ത് പിടിച്ചത്. 5 കിലോയോളം ഹാഷിഷ് ഓയിലും എക്സൈസ് പിടിച്ചു. 237 കഞ്ചാവ് ചെടികളും എക്സൈസ് കണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗുകളുടെ കാര്യത്തിലും സംസ്ഥാനത്ത് വലിയ വ്യാപനം നടക്കുന്നു. അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കാര്യമായി സംസ്ഥാനത്തേക്ക് കച്ചവട ആവശ്യത്തിനടക്കം സിന്തറ്റിക് ഡ്രഗുകളും എത്തുന്നു എന്നുള്ളതും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 1.6 കിലോഗ്രാം MDMA ആണ് ഇക്കാലയളവിൽ പിടികൂടിയത്. ഈ LSDയുടെ കാര്യത്തിലും ഒരു കുറവുമില്ല. മാരക ലഹരി മരുന്നായ LSD മുൻ വർഷങ്ങളെക്കാൾ കൂടുതൽ ഇക്കുറി പിടികൂടി എന്നുള്ളതും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 57.93 ഗ്രാം ബ്രൗൺ ഷുഗർ സംസ്ഥാനത്ത് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ പിടിച്ചെടുത്തു. 471.26 ഗ്രാം ഹെറോയിനും എക്സൈസ് കണ്ടെടുത്തു. പിടികൂടിയവയിൽ 1.5 കിലോ മെറ്റഫിത്തമിനും 1.25 കിലോ നെട്രോസെപ്പാം ഗുളികയുമുണ്ട്. അതായത് അത് ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ്, ലഹരി ഉപയോഗത്തിന്റെ ഏറ്റവും എക്സ്റ്റൻഡഡ് വേർഷനാണ്. ഈ മെത്തഫിറ്റമിനും അതേപോലെ നെട്രോസെപ്പം ഗുളികകളും അടക്കമുള്ള കാര്യങ്ങൾ അതും പിടിച്ചെടുത്തിട്ടുണ്ട്. എസ് കെ, ഇത് എൻഫോഴ്സ്മെന്റിൽ പിടികൂടിയ ലഹരി വസ്തുക്കളുടെ കണക്കുകൾ മാത്രമാണ്. അതിനുമപ്പുറത്തേക്ക് എത്രയോ അളവ് ലഹരി വസ്തുക്കൾ സംസ്ഥാനത്തേക്ക് ഒഴുകി എത്തിക്കാണുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്ന കാര്യം. അതായത് സംസ്ഥാനത്ത് ഇതിന്റെ അടക്കം പശ്ചാത്തലത്തിൽ വലിയ ലഹരി വേട്ടയ്ക്ക് എക്സൈസ് ഒരുങ്ങുന്നുണ്ട്. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അടക്കം പ്രത്യേകമായി ആളുകളെ നിരീക്ഷിച്ചും സംസ്ഥാനത്തിന് പുറത്തേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ചില കേന്ദ്രത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള നീക്കമടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം നടത്തി വരികയാണ്. താങ്ക് യു ഷഫീദ് റാവുത്തർ.